രാക്ഷസൻ 5. ജഗൻ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങിയതും രാധ ഓടിച്ചെന്ന് വാതിലടച്ചു. എന്താ മോളെ, എന്താ ഇതൊക്കെ? ഇന്നലെ ഇങ്ങോട്ട് വന്നു കയറി ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ഇവൻ ആരാണ്? രാമൻ സാർ എങ്ങാനും അറിഞ്ഞാൽ ആ നിമിഷം സുഭദ്രയെയും ഇവനെയും ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കും. രാധ ദേഷ്യത്തോടെ സംസാരിച്ചു. അച്ഛനോട് ഇപ്പോൾ തന്നെ പറയണം, പിന്നത്തേക്ക് വെച്ചേക്കേണ്ട കാര്യമില്ല. അയാൾ ഈ റൂമിൽ കാണിച്ച ഷോയ്ക്ക് ഇപ്പോൾ തന്നെ പറയണം. അടിച്ചിറക്കുകയാണ് വേണ്ടത്. നന്ദന ദേഷ്യത്തോടെ പറഞ്ഞു. അവൾ ലച്ചുവിനെ നോക്കി. പേടിച്ച് വിറച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ലച്ചുവിനെ കണ്ടപ്പോൾ നന്ദനയ്ക്ക് ദേഷ്യം വന്നു. നീ ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുന്നതിനാലാണ് എല്ലാവരും നിന്റെ തലയിൽ കയറി ഇങ്ങനെ ഓരോന്ന് പറയുന്നത്. നീ ഇങ്ങോട്ട് വന്നേ, ഇപ്പോൾ തന്നെ ഇതിനൊരു തീരുമാനമുണ്ടാക്കണം. അവൾ ലച്ചുവിന്റെ കൈ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. എന്നാൽ അവൾക്കൊപ്പം ചെല്ലാൻ കൂട്ടാക്കാതെ ലച്ചു അവളെ ദയനീയമായി നോക്കി. പറയാം, അച്ഛനോട് പറയാം. പക്ഷെ ഇപ്പോൾ പറഞ്ഞാൽ അതൊരു വലിയ വഴക്കാകും. അവർ പോട്ടെ, അതിനുശേഷം പറയാം. അമ്മാവനോടും പറയാം. അമ്മാവൻ അയാളോട് പറഞ്ഞോളൂ. ലച്ചു പതിയെ നന്ദനയോടും രാധ ചേച്ചിയോടുമായി പറഞ്ഞു. അവൾ പറയുന്നത് കേട്ടപ്പോൾ അതിൽ ശരിയുണ്ടെന്ന് രാധയ്ക്കും നന്ദനയ്ക്കും തോന്നി. ശരിയാണ് മോളെ, ഇപ്പോൾ ഇവിടെ അവർ മാത്രമല്ല, മറ്റു പലരും ഉണ്ട്. ഇതൊരു ചർച്ചാവിഷയം ആക്കണ്ട. അവർ പോട്ടെ. അതിനുശേഷം സാറിനോട് പറഞ്ഞ് നാരായണൻ സാറിനെ കൊണ്ട് സുഭദ്രയോടും ആ ചെറുക്കനോടും പറയിക്കാം. അങ്ങനെ ഒരു തീരുമാനമെടുത്തതിന് ശേഷം നിലത്ത് വീണ ചോറെല്ലാം പാത്രത്തിലിട്ടുകൊണ്ട് രാധേച്ചി അടുക്കളയിലേക്ക് പോയി. ലച്ചുവിന് ഇനി ചോറ് വേണ്ട എന്നവൾ രാധേച്ചിയോട് പറഞ്ഞിരുന്നു. എത്ര നിർബന്ധിച്ചാലും ഇനി അവൾ കഴിക്കില്ല എന്നുറപ്പുള്ളതുകൊണ്ട് അവർ പിന്നീടൊന്നും പറഞ്ഞില്ല. നന്ദനയും ലച്ചുവും മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതേയില്ല. കതകടച്ച് അതിനുള്ളിൽ തന്നെ ഇരുന്നു. നന്ദന അവളുടെ വീട്ടിലേക്ക് പോയില്ല. അല്ലെങ്കിലും ലച്ചുവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഒരു തീർപ്പാക്കാതെ അവൾ അടങ്ങി നിൽക്കില്ല. സുഭദ്രയും ജഗനും പോകുന്നതിനായി അവർ കാത്തുനിന്നു. വൈകിട്ട് 5 മണിയോടെ സുഭദ്രയും കുടുംബവും ടൗണിലേക്ക് മടങ്ങി. ലച്ചുവിനോട് യാത്ര ചോദിക്കാൻ സുഭദ്ര വന്നില്ല. കാരണം ജഗൻ തന്നെയായിരുന്നു. അവൻ റൂമിലേക്ക് ചെന്നതും ലച്ചുവിനെ കണ്ടതും സംസാരിച്ചതും എല്ലാം സുഭദ്രയോട് പറഞ്ഞിരുന്നു. അവരാകെ ഞെട്ടിയിരിക്കുകയാണ്. അവന്റെ ഭാഗത്തു നിന്ന് ഇത്രയും വേഗം ഇങ്ങനെയൊരു നീക്കം ഉണ്ടാകുമെന്ന് അവർ കരുതിയില്ല. അതെങ്ങാനും രാമൻ അറിയുകയോ അവൻ അതിനെപ്പറ്റി ചോദിക്കുകയോ ചെയ്യുമോ എന്ന പേടി കൊണ്ട് തന്നെയാണ് അവർ വേഗം ടൗണിലേക്ക് മടങ്ങിയത്. അവർ മടങ്ങിയതും നന്ദന രാമന്റെ അടുത്ത് ഓടിച്ചെന്ന് അയാളുടെ കൈ പിടിച്ചു വലിച്ചുകൊണ്ട് ലച്ചുവിന്റെ റൂമിലേക്ക് കൊണ്ടുവന്നു. നന്ദനയുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ കാര്യമായിട്ടുള്ള എന്തോ പ്രശ്നമുണ്ടെന്ന് രാമന് മനസ്സിലായി. പരീക്ഷയെ സംബന്ധിച്ച് എന്തെങ്കിലും ആയിരിക്കും എന്നാണ് അയാൾ കരുതിയത്. പക്ഷെ വല്ലാതെ പേടിച്ച് വിഷമിച്ചിരിക്കുന്ന ലച്ചുവിന്റെ മുഖം കണ്ടപ്പോൾ മറ്റെന്തോ വലിയ കാരണം ഉണ്ടെന്ന് അയാളുടെ മനസ്സ് പറഞ്ഞു. എന്താ മോളെ, എന്താ നിനക്ക് പറ്റിയത്? നീ എന്താ ഇങ്ങനെ വല്ലാതിരിക്കുന്നത്? ഒരച്ഛന്റെ ആകുലതയോടെ രാമൻ ലച്ചുവിന്റെ കൈ പിടിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. എന്നാൽ മറുപടി നൽകിയത് നന്ദനയാണ്. രാമച്ച, പ്രശ്നം ഗുരുതരമാണ്. ദേവകിയമ്മയുടെ ചേട്ടൻ നാരായണന്റെ മോനില്ലേ, ഒരു ജഗൻ, ഇവളുടെ മുറച്ചെറുക്കൻ, അവനെന്ന് ഈ മുറിയിൽ കയറി വന്നു. അവന്റെ നോട്ടവും ഭാവവും ഒക്കെ ഒരു വല്ലാത്ത രീതിയിലായിരുന്നു. അവന് ഇവളെ വല്ലാതെ അങ്ങ് ഇഷ്ടമായി എന്ന്, ഭാര്യയായിട്ട് ഇവള് മതിയെന്ന്, 18 വയസ്സ് കഴിയുമ്പോൾ തന്നെ വന്ന് കല്യാണം കഴിച്ചോളാമെന്ന്. ഒടുവിൽ കല്യാണത്തിന് സമ്മതമാണോ എന്നൊരു ചോദ്യവും. ഇവള് സമ്മതമല്ല എന്ന് പറഞ്ഞപ്പോൾ അയാളുടെ ചിരിയും നോട്ടവും ഒക്കെ ഒന്ന് കാണേണ്ടതായിരുന്നു. പേടിപ്പിക്കുന്ന രീതിയിൽ ഇവളെ നോക്കി ചിരിച്ചുകൊണ്ടാണ് അയാൾ പോയത്. രാമച്ചൻ ഇപ്പൊ തന്നെ ഫോൺ എടുത്ത് നാരായണനെ വിളിക്കണം. ഞങ്ങളുടെ ലച്ചുവിനെ അയാളുടെ ആ വട്ടൻ മോനെ കൊണ്ട് കെട്ടിക്കാൻ ഇവിടെ ആർക്കും താല്പര്യമില്ല എന്ന് പറയണം. അത് മാത്രമല്ല, മേലാൽ ഇനി ഈ വീട്ടിലേക്ക് അവൻ വരാൻ പാടില്ല എന്നും പറയണം. എന്റെ ലച്ചുവിന്റെ കൺമുന്നിൽ പോലും അയാൾ വരരുത്. നന്ദന പറയുന്നത് കേട്ട് രാമൻ ഞെട്ടി. അയാളുടെ മനസ്സിൽ വല്ലാത്ത ഭാരം തോന്നി. അയാൾ ലച്ചുവിനെ നോക്കി. അവൾ വല്ലാതെ ഭയപ്പെട്ടു എന്ന് അയാൾക്ക് മനസ്സിലായി. അവളുടെ ഭയം മാറ്റാൻ എന്നോണം അയാൾ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ആ കവിളിൽ തലോടി. അവനൊരു കല്യാണാലോചന കൊണ്ടുവന്നതിന് മോളെന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? പെൺകുട്ടികളാകുമ്പോൾ ആലോചനകൾ വരും. അത് നടത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് പെൺകുട്ടിയും വീട്ടുകാരുമാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് പിന്നെ കല്യാണത്തിനെ പറ്റി ചിന്തിക്കുകയേ വേണ്ട. സോ ദിസ് ചാപ്റ്റർ ഈസ് ക്ലോസ്ഡ് ഫോർ എവർ. അയാൾ ലച്ചുവിനെ ആശ്വസിപ്പിക്കാൻ എന്നോണം ചിരിയോടുകൂടി പറഞ്ഞു. രാമൻ പറഞ്ഞത് കേട്ടപ്പോൾ അവൾക്ക് ആശ്വാസം തോന്നി. അതെ, രാമച്ചൻ പറഞ്ഞതാണ് അതിന്റെ ശരി. നമ്മൾ ഇവനെ ഓർത്ത് പേടിക്കേണ്ട കാര്യമേ ഇല്ല. പക്ഷെ രാമച്ച, ഇപ്പോൾ തന്നെ അയാളുടെ അച്ഛനെ വിളിച്ച് പറയണം, മേലാൽ ഇനി ഇമ്മാതിരി വൃത്തികെട്ട വർത്താനമായിട്ട് എന്റെ ലച്ചുവിന്റെ മുന്നിൽ വരരുത് എന്ന്. നന്ദന ദേഷ്യത്തോടെ പറഞ്ഞു. പറഞ്ഞോളാമേ എന്റെ നന്ദൂട്ടി. ചിരിയോടുകൂടി അവളുടെ കവളിൽ തഴുകിക്കൊണ്ട് രാമൻ പറഞ്ഞു. പിന്നെ ലച്ചുവിനെയും ആശ്വസിപ്പിച്ചതിന് ശേഷം മുറിക്ക് പുറത്തേക്കിറങ്ങി. ലച്ചുവിന് നല്ല ആശ്വാസം തോന്നി. താൻ ജഗന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടതായി തന്നെ അവൾക്ക് തോന്നി. പക്ഷേ അവൾ അറിഞ്ഞിരുന്നില്ല,
അവൻ്റെ രാക്ഷസ കൈകളിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് എളുപ്പമല്ല എന്ന്. ലച്ചുവിന്റെ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങിയതും രാമന്റെ മനസ്സ് ആകെ അസ്വസ്ഥമായി. ജഗൻ തന്റെ മകളോട് പറഞ്ഞത് ഓർത്തപ്പോൾ അയാൾക്ക് ദേഷ്യം വന്നു. ലച്ചു, അനാവശ്യമായി യാതൊരു സംസാരങ്ങളുമില്ലാത്ത, പരിചയമില്ലാത്തവരുടെ മുഖത്ത് പോലും നോക്കാത്ത പാവം കുഞ്ഞാണ്. ദേവകി പോയിട്ട് 16 തികഞ്ഞതേയുള്ളൂ. അതുപോലും ഓർക്കാതെ 16 വയസ്സ് പ്രായം മാത്രമുള്ള തന്റെ മകളോട് ജഗൻ പെരുമാറിയ രീതി ഓർത്തപ്പോൾ അയാൾക്ക് സഹിക്കാൻ പറ്റാത്ത ദേഷ്യമുണ്ടായി. മറ്റൊന്നും ചിന്തിക്കാതെ അയാൾ ഫോൺ എടുത്ത് നാരായണനെ വിളിച്ചു. അവരപ്പോൾ കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ജഗനാണ് ഡ്രൈവ് ചെയ്തത്. നാരായണൻ കോ ഡ്രൈവർ സീറ്റിലുണ്ട്, സുഭദ്ര പുറകിലും. ഫോൺ അടിക്കുന്നത് കേട്ട് നാരായണൻ ഫോൺ എടുത്തു. രാമനാണല്ലോ. നമ്മൾ ഇറങ്ങിയിട്ട് കുറച്ചായതല്ലേ ഉള്ളൂ. എന്തുപറ്റി ഇപ്പോൾ തന്നെ ഒരു വിളി? അയാൾ ഫോൺ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയതും ജഗൻ അയാളുടെ കയ്യിൽ പിടിച്ചു. ഫോൺ സ്പീക്കറിലിട്. അയാൾ പറയുന്നതെല്ലാം എനിക്ക് കേൾക്കണം. വളരെയധികം ഗൗരവത്തോടെ തന്നെ പറയുന്ന മകനെ കണ്ട് നാരായണൻ ഒന്ന് പകച്ചു. നാരായണന് ശരിക്കും ജഗനെ ഭയമാണ്. നാരായണന് മാത്രമല്ല, അവന്റെ ചേട്ടന്മാർക്ക് പോലും ജഗനെ ഉള്ളിന്റെ ഉള്ളിൽ പേടിയുണ്ട്. തറവാട്ടിൽ എന്തു പ്രശ്നം ജഗൻ ഉണ്ടാക്കിയാലും നാരായണന് അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഭയമാണ്. കോൾ അറ്റൻഡ് ചെയ്ത് അയാൾ ഫോൺ സ്പീക്കറിലിട്ടു. ഹലോ. നാരായണൻ ഫോൺ എടുത്തതും വലിയ ദേഷ്യത്തോടു കൂടി രാമൻ മറുഭാഗത്തു നിന്ന് സംസാരിച്ചു തുടങ്ങി. രാമ, എനിക്ക് ഈ ലോകത്ത് ആകെ ഉണ്ടായിരുന്നത് ദേവകിയും ലച്ചുവുമാണ്. ദേവകി പോയി. ഇനി എൻ്റെ എല്ലാം എൻ്റെ ലച്ചുവാണ്. അവൾക്ക് 16 തികഞ്ഞിട്ടേയുള്ളൂ. നിനക്കറിയാമല്ലോ അവളെ. മറ്റു കുട്ടികളെപ്പോലെയല്ല, വളരെ സാധുവാണ്. നീ തന്നെ പറയാറുണ്ടല്ലോ, ഇവളുടെ വായിൽ നാക്കുണ്ടോ എന്ന് വാ തുറന്ന് നോക്കണമെന്ന്. ഈ തറവാട്ടിനപ്പുറത്തുള്ളൊരു ലോകത്തെക്കുറിച്ച് എൻ്റെ മോൾക്ക് അറിയത്തേയില്ല. ആ അവൾ ഇന്ന് അവളുടെ അമ്മ മരിച്ച ദുഃഖത്തേക്കാൾ ഉപരി ഭയന്ന് വിറച്ചെൻ്റെ മുന്നിൽ നിന്നു. നിനക്കറിയാമോ? നിന്റെ മകൻ ജഗൻ, അവൻ എൻ്റെ കുട്ടിയെ പേടിപ്പിച്ചു. അവളുടെ അമ്മ മരിച്ചതിൻ്റെ ദുഃഖത്തിൽ നിന്ന് എൻ്റെ കുഞ്ഞ് കരകയറിയിട്ടില്ല. ആ അവളുടെ അടുത്ത് നിന്റെ മകൻ ചെന്ന് വിവാഹാലോചന നടത്തിയിരിക്കുന്നു. 18 വയസ്സ് തികഞ്ഞ ഉടൻ അവൾ അവനെ അവൻ്റെ ഭാര്യയാക്കും അത്രേ. നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുൻപ് ഇക്കാര്യം എന്നോട് പറഞ്ഞിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അവനെ അടിച്ചിറക്കി വിട്ടേനെ. എന്തായാലും ഇനി എനിക്ക് ഒന്നേ പറയാനുള്ളൂ. മേലിൽ നിന്റെ മകനോ ഭാര്യയോ ഈ തറവാട്ടിൽ കയറിപ്പോകരുത്. എൻ്റെ മകളുടെ നിഴൽവെട്ടത്ത് പോലും അവൻ വന്നേക്കരുത്. അങ്ങനെ ഉണ്ടായാൽ എൻ്റെ മറ്റൊരു മുഖം നീ കാണും. അത്രയും പറഞ്ഞുകൊണ്ട് രാമൻ ദേഷ്യത്തിൽ ഫോൺ വെച്ചു. അത് കേട്ട് തരിച്ചു നിൽക്കുകയാണ് നാരായണൻ. അയാളുടെ മനസ്സിലേക്ക് ലച്ചുവിൻ്റെ മുഖം കടന്നു വന്നു. തൻ്റെ ദേവകിയെപ്പോലെ ഒരു പാവം പെണ്ണ്. അവളോട് ജഗൻ അങ്ങനെ പറഞ്ഞു. അയാൾക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. പക്ഷേ അതോടൊപ്പം തന്നെ അയാളുടെ ഉള്ളിൽ ഭയം നിറയാൻ തുടങ്ങി. അങ്ങനെ അവളോട് ജഗൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയക്കണം. പതിയെ ജഗന്റെ മുഖത്തേക്ക് നോക്കി. ദേഷ്യം കൊണ്ട് ചുമന്നിരിക്കുന്നു. പക്ഷെ കുറഞ്ഞു കഴിഞ്ഞതും അവന്റെ മുഖത്ത് ഒരു ചിരിയുണ്ടായി. അതായിരുന്നു നാരായണനെ ഏറ്റവും ഭയപ്പെടുത്തിയത്. ആ ചിരിയുടെ അർത്ഥം അത് നാരായണനോളം മറ്റാർക്കും അറിയില്ല. ജഗ, മോനെ, ഇത് വേണ്ടടാ. അവള് കുഞ്ഞല്ലേ, എട്ടും പൊട്ടും തിരിയാത്തൊരു പൊട്ടി പെണ്ണാണ്. നിനക്കവൾ ചേരില്ല. നിനക്ക് അവളെക്കാൾ സൗന്ദര്യമുള്ള, വിദ്യാഭ്യാസമുള്ള, മിടുക്കിയായ, നല്ല കുടുംബത്തിൽ പിറന്ന, ധാരാളം പണമുള്ള നല്ലൊരു പെണ്ണിനെ ഈ അച്ഛൻ കണ്ടുപിടിച്ചു തരും. അവള് വേണ്ട മോനെ. അവളോടൊപ്പം നിനക്കൊരിക്കലും സന്തോഷകരമായ ഒരു ജീവിതം ഉണ്ടാകില്ല. നിന്റെ ഒരു ടേസ്റ്റ് അല്ല അവൾക്ക്. അതൊരു ഗ്രാമവാസിയാണ്. അവൾക്ക് ടൗണിലെ ജീവിതത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. അതുമല്ല, അവൾ കുഞ്ഞല്ലേ, 16 വയസ്സേ ഉള്ളൂ. അവളെ പഠിപ്പിച്ച് നല്ലൊരു നിലയിൽ എത്തിക്കണമെന്നാണ് രാമന്. എന്തായാലും ഒരു 25 വയസ്സൊന്നും കഴിയാതെ രാമൻ അവൾക്ക് വിവാഹം ആലോചിക്കില്ല. അപ്പോഴേക്കും നിനക്ക് ഒരുപാട് പ്രായമാകില്ലേ. വേണ്ട മോനെ, അതങ്ങ് വിട്ടേരെ. നമുക്കിത് ശരിയാവില്ല. അയാൾ പ്രതീക്ഷയോടെ ജഗന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ നാരായണൻ പറയുന്നത് കേട്ട് ജഗൻ അയാളെ രൂക്ഷമായി നോക്കി. അമ്മേ, അവൾക്കിനി 18 തികയാൻ 1 വർഷവും 9 മാസവുമുണ്ട്. തികയുന്നതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ താലി അവളുടെ കഴുത്തിലുണ്ടായിരിക്കും. പിന്നെ അച്ഛൻ പേടിക്കണ്ട. അച്ഛൻ്റെ പെങ്ങളുടെ മകളെ ഞാൻ പൊന്നുപോലെ നോക്കാം. പിന്നെ സന്തോഷകരമായ കുടുംബജീവിതം നോക്കാം. കുറച്ചു നാൾ ഒരുമിച്ച് ജീവിച്ച് നോക്കട്ടെ. പിന്നെ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അങ്ങ് വേണ്ടാന്ന് വെക്കാം. വളരെ ലാഘവത്തോടെ പറഞ്ഞ ജഗനെ നോക്കി അയാൾ തരിച്ചിരുന്നു പോയി. തൻ്റെ പെങ്ങളുടെ മകൾ, ദേവകിയുടെ മകൾ ലച്ചുവിൻ്റെ നിഷ്കളങ്കമായ മുഖവും ചിരിയും അയാളുടെ മനസ്സിലേക്ക് വന്നു. ഈശ്വരാ, ഇനി എന്തൊക്കെ സംഭവിക്കും? ഈ വിവാഹത്തിന് രാമൻ ഒരിക്കലും സമ്മതിക്കില്ല. പക്ഷേ ജഗൻ, അവൻ അവളെ ഇഷ്ടപ്പെട്ടു. ഇനി ആരൊക്കെ എതിർത്താലും, ലച്ചുവിന് സമ്മതമല്ലെങ്കിൽ പോലും അവൻ അവളെ വിവാഹം കഴിച്ചിരിക്കും.
സ്വന്തമാക്കിയിരിക്കും. അതാണ് അവൻ്റെ സ്വഭാവം. ഇനി അവനവളെ നേടാൻ സാധിച്ചില്ലെങ്കിൽ ആ കുടുംബം മുഴുവൻ തന്നെ അവൻ ഇല്ലാതാക്കും. തൻ്റെ മകനെ അറിയുന്ന, അവനിലെ ചെകുത്താനെ അറിയുന്ന ആ അച്ഛൻ്റെ നെഞ്ച് സ്വന്തം സഹോദരിയുടെ മകളെ ഓർത്ത് വേദനിച്ചു. തുടരും.